ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. SSLC കെമിസ്ട്രിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് N വാല്യൂവും L വാല്യൂവും കണ്ടെത്താനായിട്ട് നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപക്ഷെ ചോദ്യം ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരുപാട് അധികം ഉണ്ട് അല്ലെ. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്താൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വരുന്ന രീതി മാത്രമാണ് പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. അതായത് മക്കളെ, നമുക്ക് ഇവിടെ അറിയേണ്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് N വാല്യൂ കണ്ടെത്താൻ അറിയണം, അതുപോലെ L വാല്യൂ കണ്ടുപിടിക്കാൻ അറിയണം. അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യമേ ഒരു N വാല്യൂ പഠിക്കണം. എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പഠിക്കണം. ഓക്കെ, എക്സാമ്പിൾ ഇതാണ്. 3D എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ഷെൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് തന്നിട്ടുള്ള നമ്പർ ആണ് അവിടുത്തെ എന്ത് വാല്യൂ എന്ന് പറയുന്നത്, N വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ N വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നിട്ടുള്ള സബ്ഷെല്ലിലെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക, N വാല്യൂ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വരുന്ന രീതി മാത്രമാണ് പറയുന്നത്, തിയറിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ, അപ്പൊ N വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള നമ്പർ ആണ് N വാല്യൂ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ L വാല്യൂ കണ്ടെത്തുക? L വാല്യൂ ഈസ് ബേസ്ഡ് അപ്പോൺ ദിസ് ലെറ്റർ. അതായത് നമുക്ക് തന്നിട്ടുള്ള ലെറ്ററിനെ വെച്ചിട്ടാണ് നമ്മൾ L വാല്യൂ പറയുക. L വാല്യൂവിന്റെ വാല്യൂസ് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. L വാല്യൂ ഞാനിവിടെ എഴുതി തരാം, ശ്രദ്ധിക്കൂ മക്കളെ. S ആണെങ്കിൽ അത് 0 ആയിരിക്കും, P ആണെങ്കിൽ 1 ആയിരിക്കും, D ആണെങ്കിൽ 2 ആയിരിക്കും, F ആണെങ്കിൽ 3 ആയിരിക്കും. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യണം, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കണം. S ഈക്വൽ ടു 0, അതുപോലെ P ഈക്വൽ ടു 1, D ഈക്വൽ ടു 2, F ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ 0, 1, 2, 3 ഇങ്ങനെയാണ് അതിന്റെ എന്ത് വരുന്നത്, L വാല്യൂസ് വരുന്നത്. S, P, D, F. പറഞ്ഞ മനസ്സിലായോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഓക്കെ, അത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു വെക്കാം. ദ സബ്ഷെൽ ഹാസ് N വാല്യൂ 3. അതായത് N-ന്റെ വാല്യൂ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് 3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ L-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് റെപ്രസെന്റ് ചെയ്യണം ഈ ഒരു സബ്ഷെല്ലിനെ. നമ്മൾ എങ്ങനെയാണ് ഒരു സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുക? യെസ്, നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ആ നമ്പർ എഴുതണം. N-ന്റെ വാല്യൂ ആണ് ആ നമ്പർ എന്ന് പറയുന്നത്, ശരിയല്ലേ? യെസ്. ഇനി L-ന്റെ വാല്യൂ 2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായിരിക്കും, ഏത് ലെറ്റർ ആയിരിക്കും വരിക? യെസ്, നമ്മളിവിടെ പഠിച്ചു, L-ന്റെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എഴുതാം 3D എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഉത്തരം വരിക. ഓക്കെ, അപ്പൊ 3D. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ തന്നിട്ടുള്ള നമ്പർ ആണ് N-ന്റെ വാല്യൂ. ഇനി L-ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പഠിപ്പിച്ച 4 എണ്ണവും L-ന്റെ വാല്യൂസ് ആണ്. അത് ആ ലെറ്ററിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ഒരു ബ്ലോക്കിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ നമ്പേഴ്സ് കൃത്യമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് 3D ആണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, യെസ്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദിസ് സബ്ഷെൽ? എടാ മക്കളെ, നിങ്ങൾ പറഞ്ഞ് ഇവിടെ D എന്ന് പറയുന്നതല്ലേ, ഡിക്ക് അകത്ത് എത്ര ഇലക്ട്രോൺസിനെ പരമാവധി കൊള്ളാൻ പറ്റും? യെസ്, 10 ഇലക്ട്രോൺസിനെയാണ് മാക്സിമം അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. എത്ര ഇലക്ട്രോൺസിനെയാണ്? 10 ഇലക്ട്രോൺസിനെയാണ് ഡിക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, S ആണെങ്കിൽ പരമാവധി 2 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാൻ പറ്റും. ഇനി അതുപോലെ P ആണെങ്കിൽ പരമാവധി 6 ഇലക്ട്രോൺസ്, D ആണെങ്കിൽ 10 ഇലക്ട്രോൺസ്, F ആണെങ്കിൽ 14. ഇത് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപക്ഷെ ചോദിക്കാം. F-ല് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. F-ല് മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് അവർ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 14 ഇലക്ട്രോൺസ് ആണ് F എന്ന് പറയുന്ന ആ ഒരു ഇതില് കൊള്ളാനായിട്ട് പറ്റുക. ഓക്കെ, 14 ഇലക്ട്രോൺസ് പഠിച്ചു വെച്ചോണേ. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടെത്തി കഴിഞ്ഞത്. ഇനി അടുത്തത്, ഹൗ മെനി ഓറിയന്റേഷൻസ് ആർ പോസിബിൾ ഫോർ ദിസ് ഓർബിറ്റൽ ഓഫ് ദിസ് സബ്ഷെൽ? അതായത് മക്കളെ, ഓറിയന്റേഷൻ കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഓറിയന്റേഷൻ കാണാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം 2l+1. എന്താണ് ഇക്വേഷൻ? 2l+1 പഠിച്ചു വെച്ചോണം. 2l+1 ആണ് ഇവിടുത്തെ ഓറിയന്റേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഓറിയന്റേഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിച്ചു വെച്ചോണം 2l+1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കുകയാണ് 2l+1. ഇവിടെ L-ന്റെ വാല്യൂ അവർ എത്രയാണ് തന്നിരിക്കുന്നത്? L വാല്യൂ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം 2 × L-ന് പകരം ഇനി 2 എന്ന് കൊടുക്കുക +1.
2 into 2 എത്രയാണ്? യെസ് 4 ആണ്. 4 plus 1 equal to 5. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓറിയന്റേഷൻസ് കിട്ടി. എത്ര ഓറിയന്റേഷൻസ് ആണ്? 5 ഓറിയന്റേഷൻസ് ആണ് കിട്ടിയത്. ക്ലിയർ ആണോ? അപ്പോൾ കുറെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞു, 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്നു. ഒന്ന് എൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു, എൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നു, ഓറിയന്റേഷന്റെ ഇക്വേഷനും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. സെറ്റ് ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം 3D എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ പറയടാ മക്കളെ. എന്നിന്റെ വാല്യൂ 3, എല്ലിന്റെ വാല്യൂ എത്രയാണ്? ഡി ആണെങ്കിൽ SPD. ഓക്കെ, അപ്പൊ 2 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ എല്ലിന്റെ വാല്യൂ 2 ആണ്. റെഡി? യെസ്. ഇനി 4s ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 4, എല്ലിന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ നോക്കൂ, എസ് ആണെങ്കിൽ 0, എസ് ആണെങ്കിൽ 0. ക്ലിയർ ആണോ? യെസ്, 0. ഇനി അടുത്തത് 4f എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 4. അതെങ്ങനെ നമുക്ക് എന്നിന്റെ വാല്യൂ 4 കിട്ടിയത്? എടാ അവിടെ നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നിന്റെ വാല്യൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് കിട്ടി എൽ വാല്യൂ എത്രയാണ്? യെസ്, SPD 3. ഓക്കെ, അപ്പൊ എൽ വാല്യൂ നമുക്ക് കിട്ടി 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്തത് കിട്ടി 5D എന്ന് പറയുമ്പോൾ എൻ വാല്യൂ 5 ആണ്, എൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഡി ആയതുകൊണ്ട് 2 എന്ന് നമുക്ക് വരും. ഇതാണ് അവിടുത്തെ എന്നിന്റെയും എല്ലിന്റെയും വാല്യൂ. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നിന്റെയും എല്ലിന്റെയും വാല്യൂ കണ്ടെത്താനായിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ n പ്ലസ് എൽ വാല്യൂ. n പ്ലസ് എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അല്ലെ, എന്നും എല്ലും കൂടി കൂട്ടിക്കഴിഞ്ഞതാണ് n പ്ലസ് എൽ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 3ഉം 2ഉം തമ്മിൽ കൂട്ടുമ്പോൾ 5 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4ഉം 0 കൂട്ടുമ്പോൾ 4 എന്ന് കിട്ടും. അതുപോലെ 4ഉം 3ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്തത് നോക്കുമ്പോൾ അതുപോലെ തന്നെ 5 പ്ലസ് 2 അല്ലെ, അതും എന്ത് തന്നെയാണ് കിട്ടുന്നത്? 7 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇവിടുത്തെ n പ്ലസ് എൽ വാല്യൂവും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റി. പക്ഷെ അത് മാത്രമാണോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അല്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എനർജി കൂടി വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, n പ്ലസ് എല്ലിന്റെ വാല്യൂ കൂടിയാൽ അവിടെ എനർജി കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്ത സമയത്ത് n പ്ലസ് എൽ വാല്യൂ ആർക്കാണോ കൂടുതൽ വന്നത് അവനാണ് എനർജി ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്തപ്പോൾ ഇവിടത്തെ n പ്ലസ് വാല്യൂ 5, ഇവിടെ 4, 7. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ ഏതോ ഒരെണ്ണം അവസാനം എഴുതിയിട്ടുള്ള ഏതോ രണ്ടെണ്ണത്തിലാണ് എന്ത് കൂടുതൽ? എനർജി കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇൻക്രീസിങ് ഓർഡർ ആണ് എഴുതേണ്ടത്. അതുകൊണ്ട് ആദ്യമേ ഞാൻ എന്ത് ചെയ്യാണ്? ചെറിയൊരു ആറ്റത്തിന് അല്ലെങ്കിൽ ചെറിയൊരു ആറ്റമല്ല സബ്ഷെല്ലിന് ഞാൻ എന്ത് ചെയ്യാണ്? എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും എനർജി കുറവ് 4 എന്ന് പറയുന്ന എന്തിനാണ്? 4s എന്ന് പറയുന്ന സബ്ഷെല്ലിനാണ്. അതിനേക്കാൾ കൂടുതലാണ് 3Dക്ക്, അതിനേക്കാൾ കൂടുതലാണ് ആർക്ക്? ഈ പറഞ്ഞ 4f എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതലാണ് 5D. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് 4f 5D എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരം തിരിച്ച് എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ട് ഈക്വൽ ടു സൈൻ ഇട്ടില്ല എന്ന് നിങ്ങൾ ചോദിക്കും. എടാ മക്കളെ, ഇനി നമ്മൾ n പ്ലസ് എൽ വാല്യൂ കണ്ടെത്തിയിട്ട് രണ്ടും സെയിം വാല്യൂ ആണ് വന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, രണ്ടും സെയിം വാല്യൂ, ഇവിടെയും എന്ത് തന്നെയാണ് വന്നത്? 7 ആണ് വന്നത്. അപ്പുറത്തെ സൈഡിലും 7 തന്നെയാണ് വന്നത്. അങ്ങനെ സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ n ആർക്കാണോ വലുത് അവനാണ് എന്ത് കൂടുതൽ? എനർജി കൂടുതലായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അവിടെ നമുക്ക് മനസ്സിലായി n പ്ലസ് എൽ വാല്യൂ 7, n പ്ലസ് എൽ വാല്യൂ 7. പക്ഷെ അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ n ആരുടേതാണോ വലുത് അവനാണ് എന്ത് കൂടുതൽ? എനർജി കൂടുതൽ. ഇവിടെ n ആർക്കാണ് വലുതെന്ന് നോക്കുക. 4ഉം ഉണ്ട് 5ഉം ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 5 ആണ് വലിയ നമ്പർ. അതുകൊണ്ട് നമ്മൾ 5D എന്ന് പറഞ്ഞിട്ട് എടുത്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് നാളെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും, ഈ വീഡിയോ കണ്ട ഒരാൾ പോലും തെറ്റിക്കാൻ പാടില്ല. എന്നിന്റെ വാല്യൂ, എല്ലിന്റെ വാല്യൂ, n പ്ലസ് എല്ലിന്റെ വാല്യൂ, അത് വെച്ചിട്ട് ഓറിയന്റേഷൻ കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനർജിയുടെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.